ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അത് എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് യൂറിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നറിയാം? സാധാരണ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ സമയത്തിനുള്ളിലാണ് ഒരു ഹെൽത്തി അഡൽട്ടിന്റെ യൂറിനായിട്ട് നമ്മൾ കുടിച്ച വെള്ളം കൺവേർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ മെറ്റബോളിക് റേറ്റിനനുസരിച്ച് വ്യക്തികളുടെ വ്യത്യാസത്തിനനുസരിച്ചൊക്കെ മാറി മറിഞ്ഞൊക്കെ ഇരുന്നേക്കാം. അതേപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള അഡൽട്ടിന്റെ യൂറിനറി ബ്ലാഡർ ഒരു ബലൂൺ പോലെ അങ്ങനെ വികസിക്കാനൊക്കെ പറ്റണ രീതിയിലായിരിക്കും. അപ്പൊ അതിനകത്ത് 400 മുതൽ 600 ml വരെ യൂറിനാണ് നമുക്ക് ഒരു സമയം നിറയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവാൻ സാധ്യത. അപ്പൊ അതിൽ 200 ml മുതൽ 300 ml വരെ ആകുന്ന സമയത്തിനിടയിൽ നമുക്ക് യൂറിൻ അർജ് വരും, അതായത് മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നൽ വരും. അപ്പൊ അത് നമ്മൾ തുടർച്ചയായിട്ട് നെഗ്ലക്ട് ചെയ്താൽ, ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികളിൽ പ്രത്യേകിച്ചും കളിക്കുന്നതിനിടയിലാണെങ്കിൽ, ഇനി അല്ല അഡൾട്ടിലായാലും പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരത് മറന്നുപോകും, അല്ലെങ്കിൽ അവരുടെ ജോലി തിരക്ക് കാരണം അവർ വിട്ടുകളയും. അപ്പൊ ഈ യൂറിൻ അർജ് വരികയും അവർ ടോയ്ലറ്റിൽ പോവാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് 1-2 തവണ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നിരന്തരം ഒരു സ്വഭാവം പോലെ ഒരു പ്രോസസ്സായിട്ട് നടക്കുകയാണെങ്കിൽ പയ്യെ പയ്യെ ഈ ഒരു വികസിക്കുന്ന, അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് വികസിക്കുന്ന ഒരു രീതിയിലേക്ക് വരും നമ്മുടെ യൂറിനറി ബ്ലാഡർ, അതായത് മൂത്രസഞ്ചി. അപ്പൊ കിഡ്നിയിൽ നിന്നാണ് നമ്മൾ വെള്ളം യൂറിനായിട്ട് കൺവേർട്ട് ചെയ്ത് യൂറിറ്റർ വഴി, മൂത്രനാളി വഴി മൂത്രസഞ്ചിയിലേക്ക് വന്നിട്ട് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ നിരന്തരമായ ഈ ഒരു ശ്രദ്ധക്കുറവുണ്ട്, അല്ലെങ്കിൽ യൂറിൻ അർജ് വന്ന് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നില്ല എങ്കിൽ പതുക്കെ പതുക്കെ അത് ഇൻഫെക്ഷന്റെ ഒരു കാരണമാവും. അങ്ങനെ യൂറിനറി ബ്ലാഡർ ഇൻഫെക്ഷൻ വരാം. അതേപോലെ അതും കഴിഞ്ഞ് പിന്നെയും ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ കിഡ്നിയിലുള്ള തകരാറുകൾ സംഭവിക്കാം, കിഡ്നിക്കുള്ള ബലക്ഷയം സംഭവിക്കാം. അതുപോലെ കിഡ്നി സ്റ്റോൺസിന്റെ ഒരു ഫോർമേഷനും ഒരു സാധ്യത കാണുന്നുണ്ട്. പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് തകരാറ് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ചെറിയൊരു മാറ്റം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ.